വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തന ശൈലി എത്രത്തോളം വിരുദ്ധമായി മാറാം എന്നതിന്റെ തെളിവായിരുന്നു വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ 2ാം വർഷ BVSC വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ മരണം. ഫെബ്രുവരി 14-ന് വാലന്റൈൻസ് ഡേയുമായി ബന്ധപ്പെട്ട് നടന്ന പരിപാടിയിൽ സീനിയർ വിദ്യാർത്ഥികൾക്കൊപ്പം സിദ്ധാർത്ഥൻ നൃത്തം ചെയ്തു എന്നതിന്റെ പേരിലാണ് ക്യാമ്പസിലെ SFI പ്രവർത്തകർ സിദ്ധാർത്ഥനെ മർദ്ദിക്കാൻ തുടങ്ങിയത്. തുടർന്ന് ആൾക്കൂട്ട വിചാരണയ്ക്ക് ഇരയാക്കുകയും പട്ടിണിക്കിടുകയും ചെയ്തു. ഈ സംഭവങ്ങൾക്കു ശേഷമാണ് സിദ്ധാർത്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. സ്പോർട്സ് ഡേ ആയതുകൊണ്ട് വീട്ടിലേക്ക് വരികയാണെന്ന് വിളിച്ചു പറഞ്ഞ മകനെ പിന്നീട് അച്ഛനും അമ്മയും കാണുന്നത് ജീവനറ്റ ശരീരമായാണ്. ഈ ക്രൂരകൃത്യത്തിനെതിരെ എഴുത്തുകാരിയും മുൻ SFI പ്രവർത്തകയുമായ ദീപ നിശാന്ത് പ്രതികരിച്ചിരിക്കുകയാണ്. മാനം കാക്കുന്ന ആങ്ങളമാരുടെ കാലമൊക്കെ കഴിഞ്ഞു എന്ന് ഒരു പുരോഗമന സംഘടന ഇനിയെങ്കിലും തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു പരിഷ്കൃത സമൂഹത്തിൽ അത്തരം കാര്യങ്ങൾ നിയമപരമായി കൈകാര്യം ചെയ്യുന്നതാണ് ഉചിതം. തല്ലി പദം വരുത്തുകയും കല്ലെറിഞ്ഞു കൊല്ലുകയും ചെയ്യുന്ന രീതി ഒരു പുരോഗമന പക്ഷത്തിന് അഭികാമ്യമല്ല. ആൾക്കൂട്ടത്തിന്റെ സ്വഭാവം ഇതൊക്കെ തന്നെയാണ്. പക്ഷേ ആ ആൾക്കൂട്ടത്തിൽ SFIയുടെ യൂണിറ്റ് സെക്രട്ടറി അടക്കം ഉണ്ട് എന്നുള്ളത് നിസ്സാരവൽക്കരിക്കേണ്ട കാര്യമല്ല. ഓരോ ക്യാമ്പസിലും സമഗ്രാധിപത്യമുള്ള ഭൂരിപക്ഷ സംഘടനയിലേക്ക് കുട്ടികൾ ആകർഷിക്കപ്പെടുന്നത് സ്വാഭാവികമാണ്. അതിലുൾപ്പെടുന്ന എല്ലാവരും കൃത്യമായ രാഷ്ട്രീയ ബോധ്യത്താൽ നയിക്കപ്പെടുന്നവരാകണമെന്നില്ല. പക്ഷെ മിനിമം രാഷ്ട്രീയ ബോധ്യമെങ്കിലും ഉള്ള വ്യക്തികളെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ സംഘടന ശ്രദ്ധിക്കണം. സംഘബലത്തിന്റെ ഉന്മാദ ലഹരിയാൽ നയിക്കപ്പെടുന്ന ഇത്തരം കൂട്ടങ്ങൾ സംഘടനയ്ക്ക് ഏൽപ്പിക്കുന്ന പരിക്ക് ചെറുതല്ല, ദീപ നിശാന്ത് ഫേസ്ബുക്കിൽ കുറിച്ചു. 2012 ഫെബ്രുവരി 20-ന് കണ്ണപുരം കീഴറയിലെ വള്ളുവൻ കടവിനടുത്ത് വെച്ച് 2.5 മണിക്കൂറോളം ബന്ദിയാക്കിയ ശേഷം CPM പ്രവർത്തകർ കൊലപ്പെടുത്തിയ കണ്ണൂരിലെ തളിപ്പറമ്പ് പട്ടുവത്തെ അരിയിൽ സ്വദേശിയും MSFന്റെ ദേശീയ നേതാവുമായ ഷുക്കൂർ വധക്കേസിന് സമാനമാണോ സിദ്ധാർത്ഥന്റെ മരണവും? സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുന്ന മാനവികതയും ജനാധിപത്യവും പേര് വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് SFI. കമ്മ്യൂണിസം എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാതെ വെറും ഒരു പേരിന് വേണ്ടി മാത്രം പാർട്ടിയിൽ എത്തുന്നവർ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ മുറുകെ പിടിച്ച് ജനങ്ങൾക്കും പാർട്ടിക്കും വേണ്ടി ജീവിതം മാറ്റിവെച്ച പ്രവർത്തകർക്ക് പോലും അപമാനമാണ്. എന്തായാലും ഇനിയൊരു ഷുക്കൂറും സിദ്ധാർത്ഥനും ഉണ്ടാവാതിരിക്കട്ടെ.